കിളിമാനൂരിലെ വിദ്യാർത്ഥിനിക്കെതിരായ വ്യാജ ലൈംഗികാരോപണത്തിൽ അധ്യാപികയുടെ അറസ്റ്റ് വൈകിപ്പിക്കുന്നതിൽ കുട്ടിയുടെ മാതാവ് അതിനെതിരെ രംഗത്ത് വന്നു. എത്രയും വേഗം ഈ അധ്യാപികയായ ചന്ദ്രലേഖയെ അറസ്റ്റ് ചെയ്യണം. തങ്ങൾ പാവങ്ങളായതുകൊണ്ട് നീതി നിഷേധിക്കുന്നുവെന്ന് അവർക്ക് സംശയമുണ്ട്. സാമ്പത്തിക സ്വാധീനവും രാഷ്ട്രീയ സ്വാധീനവും കൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ലെന്നും കുട്ടിയുടെ മാതാവ് 24 പറഞ്ഞു. 24 ബ്രേക്കിംഗ് വാർത്തയുമായി സലീം മാലിക് തിരുവനന്തപുരം തയ്യാറാക്കിയ റിപ്പോർട്ട്. അമ്മേ, നമ്മൾ ആ വാർത്ത പുറത്തു വിട്ടതിന് പിന്നാലെ അവരെ സസ്പെൻഡ് ചെയ്തു, അധ്യാപികയെ സസ്പെൻഡ് ചെയ്തു. ഇപ്പോൾ പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട്. പക്ഷേ പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. മൊഴിയെടുപ്പൊക്കെ മകളുടെ മൊഴി ഉൾപ്പെടെ എടുക്കുകയും ചെയ്തു. ഇപ്പോൾ എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? ഇപ്പോൾ പറയാനുള്ളത് പോലീസ് അറസ്റ്റ് ചെയ്യണം. അവർ ചെയ്ത തെറ്റ് ചെറിയ തെറ്റല്ല. ഇന്ന് എൻ്റെ മകൾക്ക് ചെയ്തെങ്കിൽ നാളെ ഇനി മറ്റൊരു മകൾക്കും ഇത് സംഭവിച്ചു കൂടായികയില്ല. അപ്പോൾ ഇത് അറസ്റ്റ് നമ്മൾ പാവങ്ങളായതുകൊണ്ടാണോ ഇത് അവരെ ശിക്ഷിക്കാത്തത്? നമ്മൾ പാവങ്ങൾ ജീവിക്കാൻ മാർഗമില്ലാതെ കിടന്ന് കഷ്ടപ്പെടുന്ന നമ്മളായതുകൊണ്ട് പണ സ്വാധീനവും രാഷ്ട്രീയ സ്വാധീനവും ഉള്ളവരെ അറസ്റ്റ് ചെയ്യില്ലേ? അവർക്ക് മാത്രമേ പോലീസും ഉദ്യോഗസ്ഥരും മാത്രം കൂട്ടു നിൽക്കുകയുള്ളൂ. നമുക്ക് പാവങ്ങൾക്കാരും കൂട്ടു നിൽക്കൂലേ? ഈ പോലീസ് ഈ അറസ്റ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും വിമുഖത കാണിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? കാര്യം കേസെടുത്തിട്ട് 4 ദിവസം ആകുന്നു, പക്ഷേ അറസ്റ്റുള്ള ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. പോലീസ് എന്താ പറയുന്നത്? പോലീസ് എന്ത് പറയുന്നു എന്നാൽ അവർക്ക് അറസ്റ്റ് ഉണ്ടാവും എന്ന് പറയുന്നത് ദിവസങ്ങൾ താമസിച്ചു. പക്ഷേ അതേ സമയത്ത് ചന്ദ്രലേഖയുടെ ഭാഗത്ത് ഞാനായിരുന്നു എൻ്റെ വായിൽ നിന്നൊരു വാക്ക് വീണിരുന്നെങ്കിൽ ആ നിമിഷം എന്നെ അറസ്റ്റ് ചെയ്യുമായിരുന്നു. എനിക്കൊരു നിവൃത്തിയില്ല. പാവങ്ങളായതുകൊണ്ട് ഞാനോ അല്ലെങ്കിൽ എന്നെപ്പോലുള്ള മറ്റു അമ്മമാർക്കോ ആണെങ്കിൽ ഇതേ അവസ്ഥ വന്നിരുന്നെങ്കിൽ നമ്മളെ അറസ്റ്റ് ചെയ്യുമായിരുന്നു. ചെയ്ത ചന്ദ്രലേഖയ്ക്ക് പണസ്വാധീനവും ആൾ സ്വാധീനവും രാഷ്ട്രീയ സ്വാധീനവും എല്ലാം സ്വാധീനങ്ങളും ഉദ്യോഗസ്ഥരുടെ സ്വാധീനവും പോലീസിൻ്റെ സഹായങ്ങളും ഉണ്ട്. എന്തിൻ്റെ കാരണം കൊണ്ടാണ് ചന്ദ്രലേഖയെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തത്?